ഓക്കെ, സോ UG പ്രോജക്റ്റ് ഗൈഡ് ലൈൻസ് നമ്മൾ എങ്ങനെയാണ് പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു സെഷനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ 6th സെമസ്റ്ററിലെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. 5th സെമസ്റ്ററിൽ നമ്മൾ ചെയ്തത് കണ്ടന്റ് അനാലിസിസ് ആയിരുന്നു. ആ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ആക്ച്വലി ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ അകത്ത് വരുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡേറ്റയെ ന്യൂമറിക്കൽ വാല്യൂവിൽ റെപ്രസെന്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് ഇവാലുവേഷൻസ് അല്ലെങ്കിൽ അനാലിസിസ് നടത്തി ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെഷർമെന്റ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡീസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റ നമ്മൾ സ്കോർ ചെയ്യുന്നു, സ്കോർ ചെയ്തതിന് ശേഷം ആ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഡേറ്റ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു റിസർച്ച് വർക്കിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. So quantitative research refers to a set of approaches commonly used in the behavioral and social sciences and related fields in which the observed outcomes are numerically represented. The results of these studies are typically analyzed using methods, statistics, data analysis, and modeling techniques that rely on numerical properties of the measurement system. Quantitative research studies use a variety of experimental designs and a range of analytical techniques. Some quantitative articles present novel hypotheses and data analysis not considered or addressed in previous reports of related data. നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഇപ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു 1, 2, 3 വേരിയബിൾസ് ഉണ്ടാകും. അതിലൊരു വേരിയബിൾ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. നമ്മളുടെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ക്ലാസ്സിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആണ് എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ. രണ്ടാമത്തെ വേരിയബിൾ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊണ്ട് ഡിപെൻഡന്റ് വേരിയബിളിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും നിങ്ങളുടെ സ്റ്റഡീസിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഡേറ്റ നമ്മൾ ഓരോ വേരിയബിൾസ് എടുക്കുന്നു, ആ വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ വേരിയബിൾസ് ഡിഫറെന്റ് ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. അങ്ങനെ മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ്ഡ് ആയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റിസർച്ച് വർക്കിന് നമ്മൾ എഴുതി വെക്കുമ്പോൾ ആദ്യം വേണ്ട ഒരു കാര്യമാണ് ആബ്സ്ട്രാക്ട്. ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് വർക്കിന്റെ കോംപ്രിഹെൻസീവ് സമ്മറി ആണ് ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സോ ആബ്സ്ട്രാക്ട്സ് സാധാരണഗതിയിൽ 250 വേർഡ്സിൽ ലിമിറ്റ് ചെയ്യാനാണ് APA ഫോർമാറ്റിൽ പറയുന്നത്. ആൻഡ് ആബ്സ്ട്രാക്ട് നമുക്കൊരു പാരഗ്രാഫ് ഫോർമാറ്റിൽ എഴുതാം, അത് സിംഗിൾ പാരഗ്രാഫ് ആയിട്ട് വേണമെങ്കിലും എഴുതാം. ഇനി ആബ്സ്ട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ, ആബ്സ്ട്രാക്റ്റിൽ ഉണ്ടാവേണ്ടത് നമ്മൾ ഹെഡിങ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പാരഗ്രാഫ് തിരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, എന്ത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, എന്ത് റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയത്, അതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തി, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ആബ്സ്ട്രാക്റ്റിൽ ഉണ്ടാവണം. അപ്പം ഈ ആബ്സ്ട്രാക്ട് എങ്ങനെ എഴുതണ്ടെന്നുള്ളതിനും ആക്ച്വലി ഒരു APA ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടുവേർഡ്സ് ചാപ്റ്റർ 1. അതെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ
ഒരു നമ്മളൊരു ടോപ്പിക്ക് കണ്ടുപിടിച്ചു. ആ ടോപ്പിക്ക് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇങ്ങനെ ഒരു റിസർച്ച് നടത്താനായിട്ട് ശ്രമിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു മെൻഷൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡി. Then second, need and significance of the study. And third point which you need to include in the introduction chapter is objectives of the study. അപ്പം എന്ത് കോണ്ടെക്സ്റ്റിലാണ്, ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിൽ ഒരുപാട് ഇൻസിഡൻസ് കൂടുന്നതായിട്ട് പറയുന്നുണ്ടെന്ന് വിചാരിച്ചു. അതിന്റെ ബേസിലായിരിക്കും ഐ എം ഗോയിങ് ടു കണ്ടക്ട് സച്ച് ആൻഡ് സച്ച് റിസർച്ച്. ഇപ്പം ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് പലത് വരുന്നതിൽ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് പലത് വരുന്നതിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റഡി. ഇനി എന്താണ് ആ സ്റ്റഡി നടത്തുന്നതിന്റെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്? ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയുടെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യണം. ആക്ച്വലി ഈ 3 ഹെഡിങ്സ് മതി നമുക്ക് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ. ഒരുപാട് എലോബറേറ്റ് ചെയ്ത വേരിയബിൾസിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻസും ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അത് നമ്മൾ ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, നേരത്തെ തന്നതിൽ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്നായിരുന്നു. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. കാരണം ഇവിടെ നമ്മൾ ഈ ചാപ്റ്റർ 2 നമ്മൾ രണ്ടായിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ തിരിക്കുന്നുണ്ട്. First one is theoretical review. Second one is related literature. 2.1 theoretical review ആണ് നമ്മൾ പറയുന്നത്. 2.2 related literature. അപ്പം നമ്മുടെ വേരിയബിൾസ്, ആ വേരിയബിൾസിനെ സംബന്ധിച്ച് തിയററ്റിക്കൽ ആസ്പെക്ട്സ് എല്ലാം നമ്മൾ തിയററ്റിക്കൽ റിവ്യൂവിൽ ചേർക്കും. ആ റിലേറ്റഡ് ആയിട്ട് ഉള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ടാവും. ആ സ്റ്റഡീസ് ആണ് റിലേറ്റഡ് ലിറ്ററേച്ചറിൽ നമ്മൾ ചേർക്കേണ്ടത്. ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പം എക്സ്റ്റെൻസീവ് ആയിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തി കഴിയുമ്പം നമുക്കറിയാം എവിടെയാണ് ഒരു ഗ്യാപ്പ്. ഇപ്പോഴത്തെ സിറ്റുവേഷനും എക്സിസ്റ്റിംഗ് സ്റ്റഡിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് എന്താണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. കാരണം അങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു റിസർച്ച് നടത്തുന്നത്. സോ യു ഹാവ് ടു മെൻഷൻ ദ റിസർച്ച് ഗ്യാപ്പ്. അപ്പം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ തിയററ്റിക്കൽ റിവ്യൂവും റിലേറ്റഡ് ലിറ്ററേച്ചറിന്റെ റിവ്യൂവും കഴിയുമ്പം നമുക്കറിയാം എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഐ വിഷ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. അവിടെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്നുള്ളൊരു പോർഷൻ വരുന്നത്. ദെൻ അതിനെ തുടർന്നിട്ട് റിസർച്ച് ക്വസ്റ്റ്യൻ, എന്താണ് എൻ്റെ റിസർച്ചിന്റെ ചോദ്യം? ഓക്കെ, ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായി, അപ്പം അവിടെ അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. എന്താണ് ആ ചോദ്യം? ക്വസ്റ്റ്യൻ എന്താണ്? സോ what is the research question? So you have to state the research question in this at the end of the review of literature. Then guidelines for citation. നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുമ്പം പല സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുകയും അത് നമ്മുടെ വർക്കിൽ സൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ഐഡിയാസ്, തിയറീസ് അല്ലെങ്കിൽ അവരുടെ റിസർച്ച് ഒക്കെ ഡയറക്ട്ലി നമ്മുടെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ടാവും. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമ്മൾ ഈ അവരുടെ ഐഡിയാസും തിയറീസും ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അവരോട് അവിടെ പോയി സൈറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ ഇന്നെടുത്തു നിന്ന് എടുത്തതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എടുക്കുമ്പം ഓക്കെ, സോ ആൻഡ് സോ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പേര് കൊടുക്കുന്നു, ഇയർ കൊടുക്കുന്നു, എന്നിട്ടാണ് അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് സർനെയിം ദെൻ ഇയർ കൊടുത്തിട്ടാണ് നമ്മൾ അവരുടെ ഐഡിയ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഐഡിയാസ് നമ്മൾ നമ്മുടെ വർക്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ സൈറ്റ് ചെയ്യണം. സൈറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി സോഴ്സിൽ നിന്നായിരിക്കണം കൂടുതലും നമ്മൾ സൈറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ സെക്കൻഡറി സോഴ്സിൽ നിന്ന് ആവരുത്. ഇപ്പം നമ്മൾ ഒരു റിസർച്ചർ ആളുടെ റിസർച്ച് പബ്ലിഷ് ചെയ്തു, സോ ദാറ്റ് ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റിസർച്ച്. ഇനി ഞാൻ അപ്പം എ എന്ന് പറയുന്ന ഒരു റിസർച്ചർ ചെയ്ത വർക്ക് ബി എന്ന് പറയുന്ന ഞാൻ റെഫർ ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി. സി എന്ന് പറയുന്ന ആള് ചിലപ്പം ബി എന്ന് പറയുന്ന എന്നെ ആയിരിക്കും റെഫർ ചെയ്തിട്ടുണ്ടാവുക.
പക്ഷേ നമ്മൾ ബി എ അല്ല റെഫർ ചെയ്യേണ്ടത്, എയെ തന്നെയാണ് ആക്ച്വലി റെഫർ ചെയ്യേണ്ടത്. സോ പ്രൈമറി സോഴ്സ് നമ്മൾ റെഫർ ചെയ്യുക. ഇപ്പൊ ഞാൻ എയിൽ നിന്ന് റെഫർ ചെയ്തു ബി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കി. ബി അല്ല റെഫർ ചെയ്യേണ്ടത്, എ ആണ് റെഫർ ചെയ്യേണ്ടത്. ബി എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് മാറുകയാണ് ആർക്ക്? സിക്ക്. സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പ്രൈമറി സോഴ്സിൽ നിന്നാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ദെൻ അവോയ്ഡ് ബോത്ത് അണ്ടർ സൈറ്റേഷൻ ആൻഡ് ഓവർ സൈറ്റേഷൻ. ഇപ്പൊ ചിലർക്ക് നമ്മൾ റെഫറൻസ് പല റെഫർ ചെയ്തിട്ടുണ്ടെങ്കിലും സൈറ്റ് ചെയ്തിട്ടുണ്ടാവും. സൈറ്റ് ചെയ്യാതെ നമ്മുടെ ആശയങ്ങളാക്കിയൊക്കെ ചിലപ്പോൾ എഴുതാറുണ്ട്. കുഴപ്പമല്ല എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ ആശയം നമ്മൾ എടുക്കുമ്പോൾ ആ ആളെ നമ്മൾ മെൻഷൻ ചെയ്യുക തന്നെ വേണം. ആൾക്ക് വേണ്ട റെക്കഗ്നിഷൻ നമ്മൾ കൊടുക്കണം. അണ്ടർ സൈറ്റേഷൻ നമ്മൾ എടുത്തിട്ട് സൈറ്റ് ചെയ്യാതിരിക്കരുത്. ഇനി എക്സസീവ് ആയിട്ട് സൈറ്റ് ചെയ്യുകയും ചെയ്യരുത്. ഓവർ സൈറ്റേഷനും പാടില്ല. അപ്പം അണ്ടർ സൈറ്റേഷൻ ആണെങ്കിൽ പ്ലേജറിസത്തിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ പ്ലേജറിസം ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾസ് മാത്രമല്ല, തീസിസ്, റിസർച്ച് വർക്ക് എല്ലാം പ്ലേജറിസം ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം പ്ലേജറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ആശയം നമ്മുടേതായിട്ട് എഴുതി വെക്കുന്ന ഒരു ഐഡിയയാണ് നമ്മൾ പ്ലേജറിസം എന്ന് പറയുന്നത്. ഇനി സെൽഫ് പ്ലേജറിസം, മറ്റൊരാളുടെ ഐഡിയ നമ്മുടേതായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് പ്ലേജറിസം എങ്കിൽ സെൽഫ് പ്ലേജറിസം എന്ന് പറയുന്നത്, ഞാന് നേരത്തെ ഒരു റിസർച്ച് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എൻ്റെ ഒരു ലേറ്റർ റിസർച്ചിൽ ഞാൻ മുമ്പ് ചെയ്ത റിസർച്ച് വർക്കിനെ എക്സസീവ് ആയിട്ട് റെഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെൽഫ് പ്ലേജറിസം എന്ന് വിളിക്കും. എൻ്റെ തന്നെ മുൻ വർക്ക് മീൻസ് എൻ്റെ തന്നെ പ്രീവിയസ് വർക്ക് ആയിരിക്കും. ആ വർക്കിൽ നിന്നാണ് ഞാൻ വീണ്ടും റെഫർ ചെയ്യുന്നത് എങ്കിൽ സെൽഫ് പ്ലേജറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഒരു പാരഗ്രാഫിലുള്ള അല്ലെ ഒരു 4 സെന്റൻസിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ റിസർച്ചിലേക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നമ്മൾ എടുത്തു വെക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ വെക്കാണ് എങ്കിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ ഇന്ന ആളുടെ വർക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഓതറിന്റെ നെയിമും ഇയറും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈനും ശേഷം നമ്മൾ സൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഐഡിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വേറൊരാളുടെ ഐഡിയ വരുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് ഒരാളുടെ തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എല്ലാ ലൈനിലും അത് മീൻസ് സൈറ്റേഷൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പകരം ആ ഒരു പാരഗ്രാഫിന് നമ്മളൊരു സൈറ്റേഷൻ കൊടുത്താൽ മതി. Then plagiarism. Plagiarism is act of presenting words, ideas, or images of others as your own. But it denies authors or creators of the content, the credit they are due. അപ്പം അവരുടെ ഐഡിയാസ് നമ്മുടേതാക്കി എടുത്തു വെച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലേജറിസം എന്ന് പറയുന്നത്. അപ്പം എത്തിക്കൽ APA എത്തിക്കൽ കോഡ് പ്രകാരം പ്ലേജറിസം നമ്മൾ ചെയ്യാൻ പാടില്ല. പ്ലേജറിസം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ഐഡിയാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സോഴ്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലിയർ ആയിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടും മെൻഷൻ ചെയ്യുക. അതുപോലെ പാരഫ്രൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഡയറക്ട്ലി കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടിടത്തൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്ത് തന്നെ വേണം എഴുതാനായിട്ട്. ഇനി നമ്മൾ എഴുതുമ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ എഴുതുമ്പോൾ ഇഫക്റ്റീവ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു വേരിയബിളിനെ കുറിച്ച് പറയുന്നു, ആ വേരിയബിൾസിന്റെ പല ആസ്പെക്ട്സ് പറയുമ്പം അത് കണ്ടിന്യൂസ് ആയിട്ടും അതിന് ഒരു ലോജിക്കൽ ഫ്ലോ ഉള്ളതായിട്ടും ഉള്ള രീതിയിൽ വേണം നമ്മളത് എഴുതാനായിട്ട്. അപ്പം കണ്ടിന്യൂറ്റി, ലോജിക്കൽ കൺസിസ്റ്റൻസി ഓഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഫ്ലോ ഉണ്ടായിരിക്കണം. വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു സാധനം വരുന്നു, ഒരു ഭയങ്കരമായ ജമ്പിങ് ഉണ്ടാവാതെ വായിച്ചു പോകുമ്പോൾ ഒരു ഫ്ലോ നമുക്ക് തോന്നുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. ഇൻകൺസിസ്റ്റൻസീസ്, കോൺട്രാഡിക്ഷൻസ്, ഒമിഷൻസ്, ഇറലവൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഉണ്ടാവാൻ പാടില്ല. പ്രസന്റേഷൻസ് മാക്സിമം എന്താ പറയാ, ഒത്തിരി ആർഗ്യുമെന്റ് ഒന്നും വരാത്ത രീതിയിലും ക്രെഡിബിൾ ആയിട്ടും നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കാം. ആൻഡ് കണ്ടിന്യൂറ്റിയും ഫ്ലോയും ഇല്ലെങ്കിൽ വായിക്കുന്ന ആളെ സംബന്ധിച്ച് ഡിസോർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ട്രാൻസിഷൻ, ഒരു
സെന്റൻസ് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസിലേക്ക് പോകുന്നു, പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നു, ഒരു ഐഡിയ കഴിഞ്ഞിട്ട് അടുത്ത ഐഡിയ വരുന്നു. ഈ ട്രാൻസിഷൻസ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ കൺസൈസ്നെസ്, കൺസൈസ് ആൻഡ് ക്ലാരിറ്റി. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കാര്യം എഴുതിയാലും കൺസൈസ് ആയിട്ട്, അല്ലാണ്ട് ഒത്തിരി വലിച്ചു വാരി എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം, ക്ലിയർ ആയിട്ട് പറയണം, ആക്യുറേറ്റ് ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അപ്പം കൺസൈസ് ആയിട്ടും ക്ലാരിറ്റിയോടുകൂടി ആണ് നമ്മുടെ റൈറ്റിംഗ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വൺ ഈസ് വേർഡിനെസ് ആൻഡ് ദ അതർ വൺ ഈസ് റിഡൻഡൻസി. സോ വാട്ട് ഡു യു മീൻ ബൈ വേർഡിനെസ്? വേർഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേർഡ് തന്നെ, വേർഡിനെസ് റെഫേഴ്സ് ടു യൂസിങ് മോർ വേർഡ്സ് ദാൻ ആർ നെസസറി. ഒരു ഉദാഹരണം പറയാം, ഇൻ ദ പ്രസന്റ് സിറ്റുവേഷൻ 3 വേർഡ് അവിടെ വരുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒറ്റ വേർഡിലേക്ക് ചുരുക്കാം. നൗ എന്നൊരു വേർഡ് വെച്ചാൽ അത്രയും വേർഡ്സ് നമുക്ക് അങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എലിമിനേറ്റ് ദ വേർഡിനെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ഓക്കെ, സോ വേർഡിനെസ് നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം. കൺസൈസ് ആയിട്ടും ക്ലാരിറ്റിയോടും കൂടി എഴുതുന്നതിന് നമുക്ക് വേർഡിനെസ് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ റിഡൻഡൻസി, അതായത് ഒരേ മീനിങ് ഉള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിലപ്പോൾ നമ്മൾ സാധാരണഗതി പറയും വൺ ആൻഡ് ഒൺലി എന്ന് പറയും. ശരിക്കും വൺ ആൻഡ് ഒൺലി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒൺലി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്, അല്ലെങ്കിൽ വൺ എന്ന് പറഞ്ഞാൽ മതി. സോ ഒരേ മീനിങ് വരുന്ന വേർഡ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തും നമ്മുടെ എഴുതി വരുമ്പോൾ, റിസർച്ച് എഴുതി, അതായത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും അതുപോലെ ഡിസ്കഷനും ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള സെയിം മീനിങ് വരുന്ന വേർഡ്സ് ഒരു സെന്റൻസിൽ തന്നെ ആവർത്തിച്ച് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Ensure that the comparisons you make are expressed clearly and logically. നമ്മൾ കമ്പാരിസൺ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ലോജിക്കലാണ് എന്നുള്ളതും നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ദെൻ ഹെഡിങ് ലെവൽസ്. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു റെഫറൻസിൻ്റെ അകത്ത് ഹെഡിങ്സ് നമ്മൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. സോ APA ഫോർമാറ്റ് അനുസരിച്ചിട്ട് 5 ലെവൽസ് ഓഫ് ഹെഡിങ്സ് ആണ് ഉള്ളത്. അപ്പം ആ ലെവൽസ് ഓഫ് ഹെഡിങ്സിനെ ഞാൻ കുറച്ചുകൂടെ നമുക്കൊന്ന് കാണാം. ലെവൽസ് ഓഫ് ഹെഡിങ് നോക്കുകയാണെങ്കിൽ ലെവൽ 1, ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഞാനൊരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ലെവൽ 1 എന്ന് പറയുന്ന ഹെഡിങ് കിടക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് സെന്റേർഡ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം, ടൈറ്റിൽ കേസ് ഹെഡിങ് ആയിരിക്കണം വരേണ്ടത്. എന്നിട്ട് ടെക്സ്റ്റ് തുടങ്ങേണ്ടത് പുതിയ പാരഗ്രാഫ് ആയിട്ടാണ് തുടങ്ങേണ്ടത്. 1 ടാബ് ഇൻഡന്റിൽ വേണം അത് ചെയ്യാനായിട്ട്. ഇനി ലെവൽ 2 ഹെഡിങ് ആണെങ്കിൽ ഫ്ലഷ് ലെഫ്റ്റ്, ഒരു 3 ലെഫ്റ്റിലേക്ക് കയറി നിൽക്കും, ബോൾഡ് ആയിരിക്കും, ടൈറ്റിൽ കേസ് ഹെഡിങ്ങും ആയിരിക്കും. ടെക്സ്റ്റ് തുടങ്ങുന്നത് വീണ്ടും പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ ലെവൽ 3 ഫ്ലഷ് ലെഫ്റ്റ്, ബോൾഡ്, ഇറ്റാലിക്. വെറുതെ ബോൾഡ് അല്ല, ബോൾഡ് ഇറ്റാലിക് ആയിരിക്കും ലെവൽ 3 എന്ന് പറയുന്നത്. ടൈറ്റിൽ കേസ് തന്നെ ആയിരിക്കും ഹെഡിങ്ങിന്. 3ാമത്തെ ലെവലിനും അത് ഹെഡിങ്ങിന് ശേഷമുള്ള നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ പാരഗ്രാഫ് ആയിട്ട്, ടെക്സ്റ്റ് ബിഗിൻസ് ആസ് എ ന്യൂ പാരഗ്രാഫ് എന്നാണ് വരുന്നത്. ഇനി ലെവൽ 4 വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഈ ഫസ്റ്റ് അതായത് സെക്കൻഡ് ടൈറ്റിലും സെക്കൻഡ് ആൻഡ് തേർഡ് ലെവലിലുള്ള ടൈറ്റിൽ വരുന്നത് ഫ്ലഷ് ലെഫ്റ്റ് ആയിരുന്നു. പക്ഷേ 4th ലെവലിലെ ഹെഡിങ് വരുന്നത് ഫ്ലഷ് ലെഫ്റ്റ് അല്ല. നമ്മൾ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ഹെഡിങ് വരുന്നത്. ഇന്റൻഡഡ് ആണ്, ബോൾഡ് ആണ്, ടൈറ്റിൽ കേസ് ആണ്, എൻഡിങ് വിത്ത് എ പീരിയഡ്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആ ടൈറ്റിൽ എൻഡ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അതിന്റെ നെക്സ്റ്റ് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ 4th ലെവലിൽ പുതിയ പാരഗ്രാഫ് ആയിട്ടല്ല ഹെഡിങ്ങിന്റെ താഴെ തുടങ്ങുന്നത്, ആ ഹെഡിങ്ങിന്റെ എൻഡിൽ തന്നെ അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലെവൽ 5 വരുമ്പോഴും ശ്രദ്ധിക്കുക,
ഇന്റൻഡഡ് ലെവൽ 4 തന്നെ 4 പോലെ തന്നെയാണ് വരുന്നത്. ഒറ്റ ഡിഫറൻസ് ആണുള്ളത്. ഇവിടെ ലെവൽ 4 ബോൾഡ് ആയിരുന്നെങ്കിൽ ലെവൽ 5 വന്നപ്പം ബോൾഡ് ഇറ്റാലിക്സ് ആയിരുന്നു. ലെവൽ 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസവും ബോൾഡ് ഇറ്റാലിക്സും ആയിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ലെവൽ 4ഉം ലെവൽ 5ഉം തമ്മിലും ബോൾഡ് ഇറ്റാലിക്സും ആണ് വരേണ്ടത്. ലെവൽ 5 ബോൾഡ് ഇറ്റാലിക്സ് ആണ്. അത് ഹെഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പീരീഡ് എഴുതുന്നു. ഹെഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത സെന്റൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പാരഗ്രാഫ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ ലെവൽ 1 ഹെഡിങ് എവിടെയാണ്, ലെവൽ 2 ഹെഡിങ് എവിടെയാണ്, ദെൻ ലെവൽ 3 നോക്കിക്കേ, ലെവൽ 3 വന്നു, ലെവൽ 4 വന്നു, ദെൻ ലെവൽ 5 ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ലെവലിലുള്ള ഹെഡിങ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ 3 മെത്തേഡ് ആണ്. അപ്പം നമ്മള് ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഓർഗനൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കണ്ടന്റ് നമ്മൾ എഴുതേണ്ടതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ 3 മെത്തേഡിന്റെ അകത്ത് വരേണ്ടത് ഓബ്ജക്റ്റീവ്, വേരിയബിൾസ്, ഹൈപ്പോത്തസിസ്, സാമ്പിൾ, അസസ്മെന്റ് ടൂൾ, റിസർച്ച് ഡിസൈൻ, ഡേറ്റ കളക്ഷൻ പ്രൊസീജിയർ, വേരിയബിൾസ് യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്റർ 3 മെത്തേഡ് ചാപ്റ്ററിൽ കൃത്യമായിട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട്, ആ വേരിയബിൾസിന് നമ്മൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കണം. ദെൻ നമ്മുടെ ഹൈപ്പോത്തസിസ് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ദെൻ സാമ്പിൾ, ഏത് പോപ്പുലേഷന്റെ അകത്തു നിന്നാണ്, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ സബ്സെറ്റ് ആണ് സാമ്പിൾ. അപ്പൊ നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന സാമ്പിൾ എക്സാക്ട് ആയിട്ട് ഏതാണ്, എത്ര പേരുണ്ട്, അതിൽ മെയിൽ എത്ര, ഫീമെയിൽ എത്ര, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ആ സാമ്പിളിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ അസസ്മെന്റ് ടൂൾസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ റിസർച്ച് ഡിസൈൻ, എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണോ, അങ്ങനെയൊക്കെ ഉള്ള ഡിസൈൻ ഏതാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ നടത്തിയത് എന്നുള്ളത് കൊടുക്കണം. ഇനി ഏതൊക്കെ വേരിയബിൾസ് ആണ് ഡേറ്റ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, അതുപോലെ വിച്ച് ആർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വിച്ച് യു ആർ യൂസിങ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് പറയണം, ആ ടെക്നിക്ക് എന്താണെന്നുള്ളത് ബ്രീഫായിട്ടും അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, എഴുതണം. Then next is chapter 4, that is result and discussion. അവിടെ നമ്മൾ റിസൾട്ട് എന്താണെന്നുള്ളത് എഴുതണം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് വേണം. ആക്ച്വലി APA ഫോമാറ്റ് അനുസരിച്ചിട്ട്, പുതിയ ഫോമാറ്റ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ തീസിസ് എഴുതുമ്പോൾ, ഡെസർട്ടേഷൻ അങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പം റിസൾട്ട് ഒരു ചാപ്റ്ററും ഡിസ്കഷൻ വേറൊരു ചാപ്റ്ററുമായിട്ട് എഴുതണം എന്നാണ് പുതിയ ഗൈഡ് ലൈൻ ഒക്കെ പറയുന്നത്. പക്ഷേ നമുക്കിത് ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി. കാരണം നിങ്ങൾ UG സ്റ്റുഡൻസ് ആണ്, നിങ്ങളെ സംബന്ധിച്ച് റിസൾട്ട് തന്നെ എഴുതിയിട്ട് ഡിസ്കഷൻ എലോബറേറ്റ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ നമ്മൾ ഒറ്റ ചാപ്റ്റർ ആയിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. ഇപ്പൊ റിസൾട്ട് എഴുതുമ്പോൾ നമ്മളുടെ റിസൾട്ട് എന്താന്നുള്ളത് സമ്മറൈസ് ചെയ്യണം, എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് പറയണം. ദെൻ ഗ്രാഫ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ നമ്മൾ കൊടുക്കണം. ദെൻ ഡിസ്കഷൻ, നമ്മുടെ എക്സ്പെരിമെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ സ്ട്രെങ്ത്, ലിമിറ്റേഷൻ എന്താണ്, നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്, വേറെ എന്തെങ്കിലും രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അത് ഓക്കെ, നമ്മുടെ ഫൈൻഡിങ്സും മറ്റുള്ള ഫൈൻഡിങ്സുമായിട്ട് ഒത്തുപോകുന്ന ഫൈൻഡിങ്സ് ആണോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്ന ഭാഗമാണ് ഡിസ്കഷന്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വേരിയബിൾ, ആ വേരിയബിളിന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ എഴുതിയിട്ട് അടുത്ത വേരിയബിൾസിലേക്ക് പോയാൽ മതി. ആ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്താൽ മതി, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ദെൻ ചാപ്റ്റർ 5 സമ്മറി ആൻഡ് കൺക്ലൂഷൻ. സമ്മറി ആൻഡ് കൺക്ലൂഷന്റെ അകത്ത് 10 ഹെഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, വി നീഡ് ടു മെൻഷൻ ഒബ്ജക്റ്റീവ്, അഗെയിൻ ഹൈപ്പോത്തസിസ്, സാമ്പിൾ, ടെസ്റ്റ് മെറ്റീരിയൽസ്, statistical techniques, result, tenability of hypothesis, implications, limitation of the study, and suggestions for further research. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മെത്തേഡ് ചാപ്റ്ററിന്റെ ഒക്കെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നമ്മൾ ഇവിടെ മെത്തേഡ് പോലെ എലാബറേറ്റ് ചെയ്തല്ല പറയുന്നത്.
നമ്മുടെ എൻറ്റയർ വർക്കിന്റെ ഒരു സമ്മറിയാണ് ഈ ഹെഡിങ്സിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഏറ്റവും ചുരുങ്ങിയ സെന്റൻസിൽ പറയുന്നു. നമ്മുടെ ഹൈപ്പോത്തസിസുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചുരുങ്ങിയ സെന്റൻസിൽ പറയുന്നു. ദെൻ വാട്ട് ആർ ദി എക്സാക്ട് സാമ്പിൾ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും വേണ്ട. ടെസ്റ്റ് മെറ്റീരിയൽസ് ടൂൾസ് യൂസ് ചെയ്തത് ഏതാണെന്ന് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് എന്ന് കൊടുത്താൽ മതി. അല്ലാതെ അതിന്റെ എലാബറേഷൻസ് ആവശ്യമില്ല. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ എക്സാക്ട് റിസൾട്ട്. ഇനി ഓരോ ഹൈപ്പോത്തസിസും അക്സെപ്റ്റബിൾ ആണോ, അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്നുള്ളതാണ് ജിനബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ്. എന്റെ സ്റ്റഡി കൊണ്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്, ആൻഡ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മൈ സ്റ്റഡി ആൻഡ് വാട്ട് ആർ ദ സജഷൻസ് ഫോർ ഫർദർ റിസർച്ച്. ദെൻ നമ്മൾ റെഫറൻസ് എഴുതണം. റെഫറൻസ് എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ എൻറ്റയർ ഡോക്യുമെന്റിൽ ഏതൊക്കെ സൈറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ സോഴ്സസിൽ നിന്ന് സൈറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം റെഫറൻസ് നമ്മൾ എഴുതണം. ആ റെഫറൻസ് നമ്മൾ എഴുതുമ്പോൾ APA ഫോർമാറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ആ റെഫറൻസിന്റെ ഹെഡിങ് റെഫറൻസ് ലിസ്റ്റിന് റെഫറൻസസ് എന്നാണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റലൈസ്, ബോൾഡ്, സെന്റേർഡ് ആയിരിക്കണം, ഡബിൾ സ്പേസ് ആയിരിക്കണം. ഓക്കെ, ഹാങ്ങിങ് ഇൻഡന്റിലാണ്. നാലാമത്തെ ഫസ്റ്റ് ലൈനിന്റെ നാലാമത്തെ ലെറ്ററിൽ നിന്നാണ് അടുത്ത ലൈൻ തുടങ്ങേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ദെൻ APA ഫോർമാറ്റിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. APA ഫോർമാറ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ APA ബുക്കിന്റെ റെഫറൻസ് ആണ് എഴുതേണ്ടതെങ്കിൽ എഴുതേണ്ട ഫോർമാറ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഓതർ, ഈ A എന്ന് പറയുന്നത് ഇനീഷ്യൽ ആണ്. സോ സർനെയിം, ഇനീഷ്യൽ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ ഓഫ് വർക്ക്, പബ്ലിഷർ സിറ്റി, സ്റ്റേറ്റ്, ദെൻ പബ്ലിഷർ. ഇതാണ് നമ്മുടെ ബുക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ ഫോർമാറ്റ്. ഈ ബുക്ക് ആണെങ്കിൽ റിട്രീവ്ഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ലിങ്ക് എഴുതണം. അതുപോലെ തന്നെ എഡിറ്റഡ് ബുക്ക് ആണെങ്കിൽ എഴുതേണ്ട ഫോർമാറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ഫോർമാറ്റും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഉണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡ് ലൈനിലും ഇത് തന്നെ തന്നിട്ടുണ്ട്. Okay, you can refer that portion. Then appendices. നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽ, ഇപ്പൊ നമ്മൾ പല ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്കെയിൽസ് അല്ലെങ്കിൽ ഇൻവെന്ററീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അപ്പൻഡീസിൽ നമ്മൾ അപ്പൻഡീസസ് എന്ന് പറയുന്നതിൽ നമ്മൾ വെക്കണം. അപ്പം ആദ്യം മിക്കവാറും നമ്മളൊരു പേഴ്സണൽ ഡേറ്റ ഷീറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സണൽ ഡേറ്റ ഷീറ്റിന്റെ ഒരു കോപ്പി നമ്മൾ വെക്കണം, ടെസ്റ്റിന്റെ ഒരു കോപ്പി വെക്കണം, സ്കോറിംഗിന്റെ ഒരു കോപ്പി വെക്കണം. ഇങ്ങനെയുള്ള കോപ്പീസ് ആണ് നമ്മൾ അപ്പൻഡീസസിൽ വെക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഷീറ്റ് ആണെങ്കിൽ അപ്പൻഡിക്സ് A എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ടൂൾസ് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പം ഒന്നാമത്തെ ടൂൾ അപ്പൻഡിക്സ് B എന്ന് ഹെഡിങ് കൊടുക്കുക. ഈ ഹെഡിങ് നമ്മൾ യൂസ് ചെയ്ത അതിന്റെ കോപ്പി എടുക്കുന്നതിന്റെ മുകളിൽ ഈ ഹെഡിങ്സ് ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ ആക്ച്വലി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി പ്ലേജറിസം ഡിറ്റക്ഷന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്ലേജറിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ് ആക്ച്വലി നമ്മൾ റിസർച്ച് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇത് ആക്ച്വലി UG-കാരെ സംബന്ധിച്ച് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.